ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാക്ക് തെറ്റിച്ചാലോ ചതിച്ചാലോ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ? കൃത്യമായിട്ട് അറിയാം. വെരി ഗുഡ്. മന്ത്രിയുടെ പിയേടേതാണെന്നുള്ള വാർത്ത വരട്ടെ. ആ തോക്ക് എത്രയും പെട്ടെന്ന് മാറ്റണം. എവിടേക്ക് മാറ്റും? അതടുത്ത് അപ്പുറത്തെ പറമ്പിൽ കൊണ്ട് കുഴിച്ചിടാം. ഇതിനകത്ത് തോക്കില്ലല്ലോ. ഇതാരെടുത്തിട്ട് പോയി? മോളെ, മോളോ? ആരുടെ മോള്? പൊട്ടിക്ക് ഞാൻ തലക്കിട്ട്. മോളെ ചതിക്കല്ലേ? അവിടെ ജോലിക്ക് കയറിയത് എന്നെ ചതിക്കാനാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയായിരുന്നു. അയ്യോ, ഞാൻ തുറന്ന് പറഞ്ഞു. അംബിക അമ്മായി നിങ്ങൾ എന്ത് ജോലി ഏൽപ്പിച്ചത്? അത് സത്യം തുറന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് ഈ കഥ ഞാൻ തീർക്കും. പറയാം തോക്ക് മാറ്റി. വേഗം പറ. അതായത് ഞാൻ അംബിക മാഡത്തിന്റെ പി അല്ലേ? അവൾ അവിടെ എന്ത് ചെയ്താലും അപ്പോ ജയൻ എന്നെ വിവരം അറിയിക്കണം. ഒരു സ്പൈ ആയിട്ട് വർക്ക് ചെയ്യണം. അതാ ജയന്റെ മെയിൻ ജോലി. പക്ഷേ ഞാനൊരിക്കലും എന്റെ അളിയനെയും ഈ കൊച്ചു നാത്തനും ചതിക്കില്ല. സത്യം പറഞ്ഞ ഈ ഗണ്ട് കൊണ്ടുപോയി പറമ്പിൽ കുഴിച്ചിടാനാണ് പ്ലാൻ ഇട്ടത്. അപ്പോ സ്പൈ ആയിരുന്നു അല്ലേ? അല്ല, സ്പൈ ആയിക്കോ. അവർക്ക് കണ്ടിന്യൂ ചെയ്തോ. പക്ഷേ അംബിക അമ്മയുടെ സ്പൈ അല്ല, എന്റെ സ്പൈ ആയിരിക്കണം. മോളെ? മോളല്ല, മാഡം. എന്റെ സ്പൈ ആയിരിക്കുമ്പോ എന്നെ മാഡം വിളിക്കാവൂ. മാഡം. അംബിക അമ്മായിയുടെ ഓരോ നീക്കങ്ങളും എന്നെ അറിയിക്കണം. ഓക്കേ മാഡം. ഈ നിമിഷം മുതല് നിങ്ങൾ എന്റെ എംപ്ലോയിയാ. ഞാൻ സാലറി തരും. ഓക്കേ. വാക്ക് തെറ്റിച്ചാലോ ചതിച്ചാലോ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ? കൃത്യമായിട്ട് അറിയാം. വെരി ഗുഡ്.
ഞാൻ ആരോടൊപ്പം നിൽക്കും? അംബികാവർമ്മയുടെ കൂടെ നിൽക്കണോ അതോ അളിയന്റെ ഭാര്യയുടെ കൂടെ നിൽക്കണോ? ഋതികയുടെ കൂടെ നിന്ന് ചതിക്കില്ല. പക്ഷേ അംബിയുടെ കൂടെ നിന്നാ മാസം 60,000 ശമ്പളം കിട്ടും. എന്താ ഇപ്പൊ വേണ്ടത്? ആ സുശീലോട് ചോദിച്ചാൽ ആരാണാവോ? ആ ജയനോ? ഹലോ, പറയളിയാ. പുതിയ വല്ല കുരിശെടുത്ത് തോളത്ത് വെച്ചോ? ഇത് കുരിശല്ലളിയാ. ഞാനിപ്പോ ആകെ ഒരു കൺഫ്യൂഷനില്ല. നിന്റെ ഒരു ഒപ്പീനിയൻ അറിയാൻ ഞാൻ വിളിച്ചത്. നീ മാറ്റർ പറയടാ. എന്റെ പൊന്നളിയ, എന്റെ സ്നേഹനിധിയായ തള്ളപ്പോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, നീ ഫോൺ കട്ട് ചെയ്യളിയാ, അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുവേ. എന്താടാ ഒരു കള്ളലക്ഷണം? ചുണ്ടലി നെല്ല് കണ്ടതുപോലെ. കോഴി കുഞ്ഞ് കിഴവിക്കുറുകനെ കണ്ടതുപോലെ എന്ന് പറയുന്നതാ കറക്റ്റ്. അയ്യോ പോട്ടടാ, എന്തായാലും ഞാൻ നിന്റെ പെറ്റ തള്ളയല്ലേ. ഇങ്ങനൊരു പ്രസവം നിങ്ങൾ നടത്തണ്ടായിരുന്നു. ഞാൻ പ്രസവിക്കാൻ പോണത് ഒരു മരവാഴയാണെന്ന് ഞാൻ ഓർത്തില്ല. ഓ, ഇതിനേക്കാളും നല്ലത് 10 മൂട് കപ്പ നട്ടാ മതിയായിരുന്നു. ഞാൻ വല്ലോ വിളിച്ച് പറയും. പോട്ടടാ, പിന്നെ നീ നിന്റെ അമ്മയായ എന്നെ പറ്റിക്കാൻ നോക്കി. അത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ നിന്നെ പറ്റിച്ച്. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു 16ന്റെ പണിയും കിട്ടി. അതൊക്കെ അങ്ങ് പോട്ടെന്ന് വെക്കാം. ആ കൃതിക ആയതുകൊണ്ട് നമ്മളെ വെറുതെ വിട്ട്. അല്ലെങ്കില് 16 കൊല്ലം ജയിലിൽ കിടന്ന് ഉണ്ട തിന്നേണ്ട കേസാ. ജയിലിൽ ഇപ്പൊ ഉണ്ടം പൊരിയൊന്നുമല്ല, VIP ഫുഡാ. മട്ടനും ചിക്കനും ഒക്കെ ഉള്ളത്. എടാ, ഞാനൊരു പുതിയ ചിന്തയുമായിട്ടാണ് ഇപ്പൊ വന്നത്. ഐഡിയ ആണോ? അതെ. എന്റെ പൊന്നമ്മേ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. എന്നെ കൊണ്ട് ആപ്പിലാക്കല്ലേ. ഓ, അതല്ലടാ, നമുക്ക് മാപ്പ് പറഞ്ഞ് സാഷ്ടാംഗം വീണ് ആ കൃതിയോട് അങ്ങോട്ടാം. ഓ, കോടാനുകോടീശ്വരി അല്ലയോ, എല്ലാം മറന്ന് നമ്മളെ അങ്ങ് സഹായിക്കും. അകലേ നോവിനാലേ